മുട്ടുവേദനയുടെയും നടുവേദനയുടെയും ഒക്കെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ ഒത്തിരി പേരുടെ സംശയമാണ്, ഇത് എൻ്റെത് തേയ്മാനം കൊണ്ടുള്ളതാണ്, അത് മാറുമോ? എൻ്റെത് വാദമാണെന്ന് തോന്നുന്നു, അത് മാറുമോ? ഞാൻ വീണിട്ട് എനിക്ക് ലിഗമെൻ്റ് ഇഞ്ചുറി ഉള്ളതാണ്, അത് മാറുമോ? ആയുർവേദത്തിൽ എങ്ങനെയാണ്? ഇത് എല്ലാത്തിനും ആയുർവേദത്തിൽ ഒരേ ചികിത്സയല്ല. ലിഗമെൻ്റ് ഇഞ്ചുറി ഉള്ളതിന് വേറെ, വാദത്തിനുള്ളതിന് വേറെ, അതുപോലെ തേയ്മാനം മൂലമുള്ളതിന് വേറെ, നീർക്കെട്ട് മൂലമാണെങ്കിൽ വേറെ, അങ്ങനെ ആമാവസ്ഥ, നിരാമാവസ്ഥ, വാതജം, പിത്തജം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് ആയുർവേദത്തിൻ്റേതായ പലതരം ക്ലാസിഫിക്കേഷൻസും ഓരോ ക്ലാസിഫിക്കേഷനും കറക്റ്റായിട്ടുള്ള മെഡിസിൻസും ഉണ്ട്. ഇത് കൃത്യമായിട്ടുള്ള മെത്തഡോളജികളിൽ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ആയുർവേദ മരുന്നുകളോടൊപ്പം തന്നെ പഞ്ചകർമ്മയും കൂടെ മർമ്മവും ചെയ്തു വരുന്നുണ്ട്. മർമ്മ ചികിത്സ പെട്ടെന്ന് തന്നെ പെയിൻ കുറയ്ക്കാൻ സഹായിക്കും. അതുകൂടാതെ മെഡിസിൻസ് കഴിക്കുന്നതിലൂടെ, പിന്നെ പൊടിക്കിഴി, ഇലക്കിഴി ഇങ്ങനെയുള്ള കേരളീയ ചികിത്സകളും കൂടി ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ഭംഗിയായിട്ട് ഇത്തരം അസുഖങ്ങളെ, മുട്ടുവേദന, നടുവേദന പോലെയുള്ള അസുഖങ്ങളെ നന്നായിട്ട് മാറ്റിക്കളയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്.